വെൽക്കം ടു അനദർ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ. ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റി, കേരളയിലുള്ള ഇതാണ്. കൊച്ചിൻ പോർട്ട് വില്ലിംഗ്ടൺ ഐലൻഡില്ലേ, അവിടെയുള്ള കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഇറക്കിയേക്കുന്ന ജോബ് നോട്ടിഫിക്കേഷനാണ്. കുറച്ച് വേക്കൻസിയാണുള്ളത്. 1, 2, 3, 4 വേക്കൻസിയാണുള്ളത്. ഞാൻ ജോബുകളും അതിൻ്റെ ഡീറ്റെയിൽസും ജസ്റ്റ് പെട്ടെന്ന് പറയാം. ഡ്രഡ്ജർ കമാൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ വൻ പേ ആണ് കേട്ടോ. അതായത് 70,000 to 2 lakh ഒക്കെയാണ് അതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതിനകത്ത് അതേപോലെ തന്നെയുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ആണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു നോർമൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കയറുന്ന പോലത്തെ ഒരു ജോബല്ല. ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പർ ഏജ് ലിമിറ്റ് 45 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഈ ഇതിൽ മെൻഷൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വിത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഡ്രഡ്ജർ കമാൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കും. അടുത്ത 2 സാധനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, പേ സ്കെയിൽ 40,000 rupees to 1,40,000 rupees വരെയാണുള്ളത്. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി, എന്തെങ്കിലും അല്ല, ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതായത് BTech ഓർ BSc ഡിഗ്രീസ് എലിജിബിൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞ ജോബാണ്. 50,000 to 1,60,000 വരെയാണ് അതിൻ്റെ പേ സ്കെയിൽ പറയുന്നത്. അതിൽ നമുക്ക് BSc ഓർ BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ BSc ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതൊക്കെയാണ്. അതായത് ഡിഗ്രി ഓർ BTech ഓർ BSc ഡിഗ്രി ഇൻ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതൊക്കെയാണ് ഡെപ്യൂട്ടി ഡയറക്ടറിൻ്റെ എലിജിബിലിറ്റി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസും കൂടി വേണം. 5 years എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ്, ഇലക്ട്രിക്കൽ ഡാറ്റ പ്രോസസ്സിംഗ്, സിസ്റ്റം ഡിസൈൻ, അനാലിസിസ് ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സ്. അപ്പോൾ ഒരു ഡിഗ്രി പ്ലസ് ഒരു 5 year എക്സ്പീരിയൻസും കൂടി വേണം. പേ സ്കെയിൽ നല്ല രീതിക്കുള്ള പേ സ്കെയിലാണ്. 50,000 till 1,60,000 വരെയാണ്. അതിന് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 35 ആണ് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. അങ്ങനെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡ്രഡ്ജർ കമാൻഡർ എന്നുള്ള 3 ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള ഈ നോട്ടിഫിക്കേഷനിലെ വേക്കൻസീസ് പറയുന്നത്. ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനാണ്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ നമ്മൾക്ക് ആ URL കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നമുക്കിതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് നോട്ടിഫിക്കേഷൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.